ഞങ്ങൾ പോയതിനേക്കാൾ ഉപരി ആളപായം ഇല്ലാതെ രക്ഷപ്പെട്ടു. എല്ലാവരും ബ്രിമ്മിലെ രക്ഷപ്പെട്ടത്. പറമ്പില് ജോലിക്കാരും ഞാനും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. കൃത്യാസമയത്ത് ഞങ്ങൾ മാറി കിട്ടി എന്നുള്ളതാണ് ദൈവാനുഗ്രഹം. പിന്നെ മരങ്ങൾ ഇഷ്ടം പോലെ മറിഞ്ഞു. പറമ്പിലൊന്നും ഇല്ലാണ്ടായല്ലോ, പ്ലെയിനായി. വലിയ ജാതിയും പ്ലാവും തേക്കും ഒക്കെ മറിഞ്ഞു, കട്ട മറിഞ്ഞു വീഴ്. ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ ശബ്ദം എന്തിന്റെയാണ്. ഓക്കെ, നമ്മുടെ കറുകുറ്റി SD കോൺവെന്റിന്റെ പടിഞ്ഞാറ് സൈഡിൽ നിന്നാണ് കാറ്റ് തുടങ്ങുന്നത്. എൻ്റെ വീടിന്റെ മുകളിൽ നിന്ന് കുറച്ച് തെങ്ങിന്റെ പട്ടകൾ മുകളിലേക്ക് വീണാണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ SD കോൺവെന്റിന്റെ ഉള്ളിലുള്ള തേക്ക്, ഫസ്റ്റിലെ പടിഞ്ഞാറ് സൈഡിലുള്ള തേക്ക് ലൈൻ കമ്പിയിലേക്ക് വീണ് പോസ്റ്റ് ഒടിഞ്ഞ്, അതിനുശേഷം ചുഴലി അടിച്ച് ഭയങ്കരമായിട്ട് ചുഴലി അടിച്ച് മടത്തുകാരുടെ മടത്തിന്റെ മേളിക്കുള്ള മാറി കിഴക്കോട്ട് മാറി കംപ്ലീറ്റ് തേക്ക്, അവിടെ കിടന്ന തേക്കും ജാതിയും ഒക്കെ അങ്ങനെ വലിച്ചു മേളിലേക്ക് കൊണ്ടുപോകണമാതിരി തന്നെ കരിയിലടക്കം പുകയടക്കമാണ് പോകണം ഞാൻ കണ്ട്. അതിനുശേഷം പിന്നെ ഉണ്ടായ കാര്യങ്ങൾ, അവിടെ കർഷകനായിട്ട് ജോലി അവിടെ ചെയ്യുന്ന വാഴയൊക്കെ വെച്ചിട്ടുള്ള ചേട്ടൻ സംസാരിക്കും നമ്മളോട്. അവിടെ ഞാൻ വാഴ ഒരു 10,000 വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പണിക്കാരുണ്ടായി. ഞാൻ വാഴ മൂടുവേണ്ട സമയത്ത് 10 സംബന്ധിച്ച് ചുഴലിക്കാറ്റ്. അപ്പം ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം. അങ്ങോട്ട് ഓടി മാറി അങ്ങനെ നമ്മൾ കണ്ടു. ശരിക്കും അതായിരിക്കും. അപ്പോൾ കുറേ മരങ്ങൾ, ആ വാഴ കംപ്ലീറ്റ് പോയി. ആ വാഴയും പോയി. പിന്നെ അവിടുത്തെ ജാതി, മറ്റേ തേക്ക്, പ്ലാവ് ഐറ്റം കംപ്ലീറ്റ് പോയിക്കാണ്. ഞങ്ങൾ കയറി നോക്കി. അപ്പോൾ പ്ലാവും വാഴ കംപ്ലീറ്റ് പോയി. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് ഈ മരങ്ങളൊക്കെ മറിഞ്ഞു വീണു. പക്ഷേ ഈ നാട്ടുകാർ, അതുപോലെ തന്നെ സർക്കാരിന്റെ സംവിധാനമായ ഫയർഫോഴ്സ് എല്ലാം പെട്ടെന്ന് വന്ന് ഞൊടിക്കുള്ളിൽ എല്ലാ സൗകര്യങ്ങളും, എല്ലാ രക്ഷാപ്രവർത്തനവും നടത്തി വളരെ ഭംഗിയായി. അത് ഈ നാടിന്റെ ഒത്തൊരുമയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. സർക്കാർ സംവിധാനങ്ങളുണ്ടായി. ഞങ്ങൾ ഈ നാട്ടിലെ ഒറ്റപ്പെടില്ല, എല്ലാവരും ഒറ്റ കൂട്ടായിട്ട് നടത്തിയ ഈ സേവനം വളരെ മനോഹരമായി. അപ്പൊ ഇനിയും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും. പ്രകൃതി ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കും, നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അതിനെ അതിജീവിക്കും. താങ്ക് യു. നമ്മുടെ കറുകുറ്റി പള്ളിയങ്ങാടി തെക്കേ കപ്പേളയ്ക്ക് സമീപം ഇന്ന് 10 മണി കഴിഞ്ഞതിന് ശേഷം ഒരു ചുഴലിക്കാറ്റ് തന്നെയായിരുന്നു. കുരുത്തം പോലെ ഭാഗ്യം കൊണ്ട് എന്ന് വിചാരിക്കണം. അപായങ്ങളും കാര്യങ്ങളും നഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. കുറേ പോസ്റ്റുകൾ ഒടിഞ്ഞു. അതേപോലെ തന്നെ SD കോൺവെന്റിന്റെ പറമ്പിലുണ്ടായിരുന്ന കംപ്ലീറ്റ് മരങ്ങളും, ഇനി മരങ്ങളൊന്നും ബാക്കി കാര്യമായിട്ടൊന്നും ഇല്ല. എല്ലാ മരങ്ങളും തന്നെ ഒടിഞ്ഞു പോവുകയും, അതേപോലെ തന്നെ തെക്കേ കപ്പേളയുടെ കുറച്ച് ഷീറ്റ് കാര്യങ്ങൾ പൊളിഞ്ഞു പോവുകയും, അതേപോലെ തന്നെ അതിൻ്റെ അകത്തെ കട്ടിയിട്ട് വെച്ചാൽ കസേരകൾ കംപ്ലീറ്റ് പറന്ന് നടക്കുകയായിരുന്നു എന്നാണ് കാഴ്ചക്കാർ പറഞ്ഞത്. അതേപോലെ എല്ലാവരുടെയും, അതായത് ഈ പരിസരത്തുള്ള എല്ലാവരുടെയും സഹകരണം കൊണ്ട് പറഞ്ഞ നേരം കൊണ്ട് വണ്ടി വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കുകയും, എല്ലാ സൗകര്യങ്ങൾക്കും നാട്ടുകാരുടെയും പരിസരവാസികളുടെയും മെമ്പറും, വാർഡ് മെമ്പറും, പ്രസിഡന്റും, വൈസ് പ്രസിഡന്റും, അതേപോലെ സിസ്റ്റേഴ്സ് ആണെങ്കിലും സകല ആളുകളുടെയും സഹകരണം ഉണ്ടായിരുന്നു. അതേപോലെ ഫയർഫോഴ്സ് എത്തി. ഫയർഫോഴ്സിലെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. അത് കാരണം കൊണ്ട് പറഞ്ഞ നേരം കൊണ്ട് പരിപാടി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കേങ്ങാടി ഭാഗത്ത് കപ്പേള പരിസരത്ത് SD കോൺവെന്റിന്റെ സമീപത്തും അതിനോട് തുടർന്ന് മണിയൻകുഴി ഭാഗത്തേക്ക് പോകുന്ന റോട്ടിലും പെട്ടെന്നുണ്ടായ ചുഴലിക്കാറ്റ് മുഖേന പറഞ്ഞറിയിക്കാനാവാത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതിലെ റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങളോ മറ്റു മനുഷ്യരോ ആ സമയത്ത് കൃത്യസമയത്ത് ഇല്ലാതെ പോയതുകൊണ്ട് മനുഷ്യാപത്തുകളൊന്നും ഉണ്ടായിട്ടില്ല. പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരുന്നവർ വളരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. വിവരങ്ങൾ ഫയർഫോഴ്സിനെയും ഇലക്ട്രിസിറ്റി ബോർഡിനെയും മറ്റുള്ളവരെയും പഞ്ചായത്ത് അധികൃതരെയൊക്കെ അറിയിച്ചത് കൊണ്ട് വളരെ പെട്ടെന്ന് അവർ സ്ഥലത്തെത്തുകയും സമീപവാസികളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അത് വേഗം വെട്ടിമാറ്റി യാത്ര സുഗമമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന നഷ്ടം അധികാരികൾ വന്ന് നേരിട്ട് വിലയിരുത്തി ആ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതിന് എന്തെങ്കിലും പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ പേരിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു പരിധിവരെ സഹായം കൊണ്ട് തന്നെ നമുക്കെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. ആളാഭയം ഇല്ലാത്ത തന്നെ ഏറ്റവും നല്ലത്. ഏകദേശം ഒരു 10 മണിയാവണു. വന്നിരിക്കുന്നത് വീടിന്റെ പുറകെ സൈഡിലേക്കാണ്. വീടിന്റെ സൈഡിലേക്ക് ജാതി മറിഞ്ഞിരിക്കുകയാണ് 2 വീടുകളുടെയും. ഗൃഹനാഥൻ ഇവിടെ ഉണ്ട്. വീടിന്റെ സൈഡിലേക്ക് വൻ ജാതി മറിഞ്ഞിരിക്കുകയാണ്. കടപുഴകി. അതുപോലെ പ്ലാവും മറിഞ്ഞിട്ടുണ്ട്.
തേക്ക് അപ്പുറത്തെ പറമ്പിൽ പെരയിലേക്ക് വേണ്ടിയിട്ടുണ്ട്. ഏകദേശം കറുകുറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഏകദേശം വൻ നാശനഷ്ടമാണ് ഈ മിന്നൽ ചുഴലിക്കാറ്റ് മൂലം സംഭവിച്ചത്. ഞങ്ങൾ പെട്ടെന്ന് സൗണ്ട് കേട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഈ ST കോൺവെന്റ് മണിയൻകുടി റോഡാണ് ഈ റോഡ് വരുന്ന സ്ഥലം. മൊത്തത്തിൽ ഭയങ്കര പൊടി പടലങ്ങളായിട്ട് മുകളിലേക്ക് പൊന്തലും എല്ലാ മരങ്ങളും ഒടിഞ്ഞു വീഴുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായേ. മൊത്തത്തിൽ നമ്മുടെ വർക്ക് ഏരിയ പോലെ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊമ്പുകൾ ഒടിഞ്ഞു വീണിരിക്കുന്നു. ഒരു ഷെഡ് ഉണ്ടായി, ആ ഷെഡിന്മേലേക്ക് വീണു. വാട്ടർ ടാങ്ക് പൊട്ടിയിട്ടുണ്ട്. ഒത്തിരി നാശനഷ്ടങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. കറുകുറ്റി മണിയൻകുടി റോഡിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ഭാഗത്ത് വൻ നാശനഷ്ടമുണ്ട്. തെക്കേ കപ്പോളയിൽ നിന്ന് മണിയൻകുടിയിലേക്ക് പോകുന്ന സൈഡിൽ പോസ്റ്റ് മറിഞ്ഞിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളിലുള്ള തെങ്ങുകളൊക്കെ ശ്രദ്ധിച്ചറിയാം. അടയ്ക്കാരം, കവുങ്ങ് മുതലായ സാധനങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. എല്ലാ പ്ലാവുകളുടെ കൊമ്പുകളും പൊട്ടിപ്പോയിട്ടുണ്ട്. വഴി മൊത്തം നമ്മൾ മണിയൻകുഴി ഉള്ളേരിയയിലേക്കാണ്. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ തോമസ് എന്ന കർഷകന്റെ ഒരു പിടി വാഴകളാണ് നശിച്ചത് തോട്ടത്തിലെ. അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ ശ്രദ്ധിക്കും ഒരുപാട് വൃക്ഷങ്ങളും പോകുന്ന വഴിയിലെല്ലാം മറിഞ്ഞിട്ടുണ്ട്. 800 വാഴയുണ്ട് അദ്ദേഹത്തിന്റെ. 800 വാഴകളാണ് തോമസേന്റെ പോയിരിക്കുന്നത്. കൊലച്ച വാഴകള്. പറമ്പിലേക്ക് കയറാൻ പറ്റില്ല. പറമ്പിന്റെ സൈഡെല്ലാം മരങ്ങൾ വീണ് ഗതാഗതം പോകുന്ന വഴിയൊക്കെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. കർഷകനാണ് ഞാൻ. ലോണൊക്കെ എടുത്താണ്, പാട്ടത്തിന് സ്ഥലം എടുത്താണ് ഇത് വെച്ചേക്കുന്നത്. എൻ്റെ 800 വാഴയുണ്ട്. അതിപ്പോൾ കൊലച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൂപ്പായതുണ്ട്, മൂപ്പാവാത്തതുണ്ട്. കംപ്ലീറ്റും തവിട് പൊടിയായിട്ട് കിടക്കാണ്. ഞാൻ ഒരു കർഷകനായ നിലയിൽ എന്നെ എന്തെങ്കിലും സഹായിക്കാം. എൻ്റെ ഒരു തോമസ് എന്ന്. ഓണത്തിന് പ്രതീക്ഷിച്ച് വെച്ചതാണ്. എല്ലാം കൊല വന്ന വാഴകളാണല്ലേ? എല്ലാം കൊല വന്നതാണ്. അതെല്ലാം പാകമായിട്ടില്ലെന്ന് മാത്രം. ഓണത്തിന് വെട്ടാൻ മാതിരിയുള്ള കാരണം വെച്ചതാണ്. എന്നിട്ട് ഇങ്ങനെയാണ് ബുദ്ധിമുട്ടിലേക്ക് വന്നേക്കുന്നത്. അത് പ്രതീക്ഷിക്കാത്തൊരു കാറ്റാണ്. പറമ്പിന്റെ അകലിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. മിന്നൽ ചുഴലിക്കാറ്റ് മൂലം വൻ നാശനഷ്ടങ്ങളാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. പറമ്പിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്.